നമസ്കാരം, ജനേകം പൊളിറ്റിക് പ്രോബിലേക്ക് സ്വാഗതം. ബീഹാറിൽ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് തിരിച്ചറിയൽ രേഖയായി ആധാർ സമർപ്പിക്കാമെന്ന് സുപ്രീം കോടതി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച 11 രേഖകൾക്ക് പുറമെ ആധാറും തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ആധാർ അംഗീകരിക്കില്ലെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട്. തീവ്ര പുനഃപരിശോധനയിൽ പുറന്തള്ളപ്പെട്ടവരെ രാഷ്ട്രീയ പാർട്ടികൾ സഹായിക്കണമെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ എന്നിവരുടെ ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശിച്ചു. പുറത്താക്കപ്പെട്ടവരുടെ പരാതികൾ കേൾക്കാനും വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ വഴിയൊരുക്കുവാനും ബൂത്ത് ഏജന്റുമാരെ പാർട്ടികൾ നിയോഗിക്കണം. പുറന്തള്ളപ്പെട്ട 65 ലക്ഷം വോട്ടർമാരുടെ പേര് വിവരവും പുറത്താക്കിയതിന്റെ കാരണവും പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. സംസ്ഥാനത്തെ 12 ദേശീയ സംസ്ഥാന പാർട്ടികളെ കേസിൽ കക്ഷി ചേർക്കാനും എല്ലാവരും മറുപടി ഫയൽ ചെയ്യാനും നിർദ്ദേശിച്ചു. ഇതിനായി പാർട്ടികളുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്ക് കമ്മീഷൻ കത്തു നൽകണം. പാർട്ടി പ്രവർത്തകർ വോട്ടർമാർക്ക് നൽകുന്ന ഫോം സ്വീകരിച്ച് കമ്മീഷൻ രസീത് നൽകണം. ഉദ്യോഗസ്ഥരെക്കാൾ ആളുകളെ അറിയാവുന്നവരാണ് പാർട്ടി പ്രവർത്തകരെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. സംസ്ഥാനത്തെ 1.6 ലക്ഷം പാർട്ടി ഏജന്റുമാർ ദിവസവും 10 പേരെയെങ്കിലും പരിശോധിച്ചാൽ പ്രതിദിനം ഏകദേശം 16 ലക്ഷം പേരുകൾ പുനഃപരിശോധിക്കാം. എന്നാൽ ഇത്തരത്തിലുള്ള 2 പരാതി മാത്രമാണ് പാർട്ടികൾ ഉന്നയിച്ചിട്ടുള്ളൂ എന്നത് അത്ഭുതപ്പെടുത്തുന്നുവെന്ന് എതിർപ്പറിയിക്കാൻ 10 ദിവസം മാത്രമേ ഉള്ളൂ എന്ന് ബെഞ്ച് പറഞ്ഞു. പരാതി സമർപ്പിക്കാൻ പാർട്ടികളെ അനുവദിക്കില്ലെന്ന ആരോപണമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വോട്ടർ പട്ടികയുടെ തീവ്രപരിശോധനയിൽ 65 ലക്ഷം വോട്ടർമാരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ഇതിൽ സാന്ദ്രതയേറിയ പട്ന, ബദുവനി, കിഴക്കൻ ചമ്പാരൻ ജില്ലകളായി 10.63 ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കി. പട്നയിൽ 3.9 ലക്ഷം, മധുബനിയിൽ 3.52 ലക്ഷം, കിഴക്കൻ ചമ്പാരനിൽ 3.16 ലക്ഷം വോട്ടർമാരെയും പുറന്തള്ളി. 3 ജില്ലകളിലായി 36 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഇതിൽ 25ലും ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ എണ്ണം 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതലാണ്. 18 എണ്ണവും JDU BJP സഖ്യത്തിന്റെ സിറ്റിംഗ് സീറ്റാണ്. ന്യൂനപക്ഷ മേഖലകളിൽ നിന്നുള്ളവരും സ്ത്രീകളെയുമാണ് പുറന്തള്ളപ്പെട്ടവരിൽ ഏറെയും. ഒഴിവാക്കപ്പെട്ടവരിൽ 3-ലും 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവരാണ്. ജനാധിപത്യ വിരുദ്ധമായ പുനഃപരിശോധനയിലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി വോട്ടുകൊള്ള നടത്തുകയാണ്. സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം പേരുടെ പട്ടിക പുറത്തുവിട്ടത്. വ്യക്തമായ തെളിവുകളോടെ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പരാതികൾ വന്നിട്ടും അദ്ദേഹത്തെ കോൺഗ്രസ് നേതൃത്വം സംരക്ഷിക്കുന്നതിൽ പ്രതിഷേധം ഉയരുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ രോഷം ശക്തമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടോ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതുകൊണ്ടോ ഒന്നും ആകുന്നില്ല. മങ്കൂട്ടത്തിനെ കൊണ്ട് MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് അവരുടെ ആവശ്യം. നിരവധി പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന തെളിവ് പുറത്തു വന്ന കൊടും ക്രിമിനലായ നേതാവിനെതിരെ നടപടി എന്നത് നീതിയല്ലെന്ന വാദമാണ് നേതാക്കളും അണികളും ഉയർത്തുന്നത്. രാഹുൽ MLA ആയി തുടർന്നാൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നേരിടാനാകില്ലെന്നും അവർ പറയുന്നു. പൊതുജന മധ്യത്തിൽ ആരോപണങ്ങൾ രാഹുൽ നിഷേധിച്ചിട്ടില്ല. ഇത്ര ഗുരുതരമായ തെളിവുകൾ പുറത്തു വന്നിട്ടും തെറ്റാണെന്നോ ആരോപണ വിധേയർക്കെതിരെ കേസിന് പോകരുതെന്നോ പറഞ്ഞിട്ടില്ല. കുറ്റം ഏൽക്കുന്ന രാഹുൽ നേതൃത്വത്തിന് മുന്നിലോ ജനങ്ങളുടെ മുന്നിലോ കാര്യങ്ങൾ തുറന്നു പറയുന്നുമില്ല. നേതാക്കൾക്കെതിരെ തൻ്റെ കയ്യിലുള്ള തെളിവ് കാണിച്ച് തൽക്കാലം MLA സ്ഥാനം തുടരാമെങ്കിലും പാലക്കാട് മണ്ഡലത്തിൽ പോകാനോ MLA എന്ന നിലയിൽ പരിപാടികളിൽ പങ്കെടുക്കുവാനോ കഴിയുന്നില്ല. ഇത്തരത്തിൽ ഒരു നേതാവ് ഗുണമോ ദോഷമോ എന്ന ചോദ്യമാണ് കോൺഗ്രസിൽ ഉയരുന്നത്. അശ്ലീല സന്ദേശങ്ങൾ അയച്ചു, മോശം രീതിയിൽ സമീപിച്ചു, പരാതിപ്പെടുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഹു കേഴ്സ് എന്ന മനോഭാവമായിരുന്നു. മുതിർന്ന നേതാക്കളോട് ഇക്കാര്യം പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് ആരോപണ വിധേയന് ഉയർന്ന പദവികൾ നൽകി. പേര് പറയാതെ ആയിരുന്നു മുൻ മാധ്യമപ്രവർത്തക കൂടിയായ നടിയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ അത് രാഹുൽ ആണെന്ന് കൃത്യമായി മനസ്സിലാകുന്ന തരത്തിലുള്ള സൂചനകളും നൽകിയിട്ടുണ്ട്. അത് രാഹുൽ അല്ലേ എന്ന മാധ്യമങ്ങളുടെ ചോദ്യം നിഷേധിച്ചില്ല. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ഗർഭിണിയാക്കി. ജീവൻ പോലും അപകടത്തിലാകുന്ന ഘട്ടത്തിലും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു. കുട്ടിയെ ഒഴിവാക്കണമെന്ന ആവശ്യം എതിർത്തപ്പോൾ കൊല്ലുമെന്ന ഭീഷണി. ഇത് സംബന്ധിച്ച് രാഹുലും യുവതിയും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളും ചാറ്റുകളും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. റേപ്പ് ചെയ്യണമെന്ന് ആവശ്യമുന്നയിച്ചു ലൈംഗിക വൈകൃതം നിറഞ്ഞ മെസ്സേജുകളും ഫോൺ വിളികളും ഉണ്ടായി. ട്രാൻസ്ജെൻഡർ അവന്തിക ഉന്നയിച്ച ഈ പരാതികളിൽ ഒരു ഫോൺ സംഭാഷണവുമായി എത്തി പ്രതിരോധിക്കാൻ രാഹുൽ ശ്രമിച്ചു. എന്നാൽ അത് പഴയ സംഭാഷണമാണെന്നും അന്ന് ഭയന്നിട്ടാണ് ഇക്കാര്യം പറയാതിരുന്നതെന്നും
അവന്തിക വ്യക്തമാക്കി. ടെലഗ്രാം ചാറ്റുകൾ പുറത്തുവിടാൻ രാഹുലിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് നിർബന്ധിച്ച ഹോട്ടൽ മുറിയിലെത്തിച്ച് പീഡിപ്പിച്ചു. ഗർഭനിരോധന മരുന്ന് നൽകി. അലർജിയുണ്ടെന്ന് പറഞ്ഞിട്ടും മരുന്ന് ഒഴിവാക്കാൻ നിർബന്ധിച്ചു. ലൈംഗികമായി ഉപയോഗിച്ച് അന്ന് തന്നെ വിവാഹം കഴിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞു. പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ തെറിവിളിയും ആത്മഹത്യാ ഭീഷണിയും. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇയാളെ പരിചയപ്പെട്ടതെന്നും പിന്നീട് ഫോൺ നമ്പർ വാങ്ങിയെന്നും യുവതി പറഞ്ഞു. തൻ്റെ സീനിയറായ യുവതിക്കും ഇതേ അനുഭവം ഉണ്ടായതായി അറിഞ്ഞുവെന്നും യുവതി വെളിപ്പെടുത്തി. ഇതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാകാൻ രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും വ്യാജ ID കാർഡുകൾ ഉണ്ടാക്കി സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച കേസിൽ രാഹുലിനെ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി. ശനിയാഴ്ച ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടത്. തിരുവനന്തപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം അന്തിമഘട്ടത്തിലുമാണ്. ജനയുഗം പൊളിറ്റിക് പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.